ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ചാനലിലൂടെ ഒരു സൂഫി കഥയാണ് പറയുന്നത്. ഒരു സൂഫി ഉണ്ടായിരുന്നു. ഒരു ആൽത്തറ ചുവട്ടിലാണ് സൂഫിയുടെ ഇരുത്തവും കിടത്തവും ഉറക്കവുമെല്ലാം. അങ്ങനെ ഒരു ദിവസം സൂഫി ഇതേപോലെ കിടക്കുന്ന സമയത്ത് ആ രാജ്യം ഭരിച്ചിരിക്കുന്ന ആ രാജാവിൻ്റെ ഒരു ഭടൻ ഒരു യാത്ര കഴിഞ്ഞ് ഈ ആൽത്തറ ചുവട്ടിലൊന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഈ ആൽത്തറ ചുവട്ടിൽ വന്ന സമയത്ത് ആ സൂഫി അങ്ങനെ കിടക്കുകയാണ്. സൂഫി എടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് മാറിക്കിടക്കൂ, ഞാനൊന്ന് ആദ്യം ഒന്ന് കിടന്ന് വിശ്രമിച്ചിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സൂഫി മാറിക്കൊടുത്തില്ല. ഭടന് ദേഷ്യമായി. സൂഫിയെ പൊക്കിയെടുത്ത് കുറെ അടി കൊടുത്തിട്ട് ആ ഭടൻ അവിടെ കയറിക്കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ ഭടൻ എണീറ്റ് പോയി. അപ്പോൾ സൂഫി ഈ അടിയെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിനിയും കിട്ടണം, എനിക്കിനിയും കിട്ടണം. അപ്പോൾ ഇത് കണ്ട കുറേ ആൾക്കാർ ചോദിച്ചു, താങ്കൾ എന്താണ് പറയുന്നത്? എനിക്കിത് വേണം, എനിക്ക് ഇനിയും കിട്ടണമെന്നോ? എന്താണത്? അപ്പോൾ ആ സൂഫി പറയുകയാണ്, ഞാൻ എൻ്റെ മനസ്സിലൊരു വിചാരിച്ചിരുന്നു, ഈ ആൽത്തറ ചുവട് എനിക്കുള്ളതാണ്, എനിക്ക് കിടക്കാനുള്ളതാണ് എന്നൊരു വിചാരമുണ്ടായിരുന്നു. സത്യത്തിൽ ആ വിചാരം ഈ ഭടൻ്റെ അടിയോടുകൂടി മാറ്റി. എനിക്ക് ഈ ദുനിയാവിൽ എനിക്ക് ഈ ആൽത്തറ ചുവട് പോലും ഇല്ല. ആ ഒരു ആൽത്തറയുടെ ചുവട്ടിൽ പോലും എനിക്ക് കിടക്കാനൊരു മോഹവും സ്ഥാനവും എനിക്ക് ഇല്ല എന്ന് സൂഫി പറഞ്ഞു. ഇതാണ് ഹസ്രത്ത് ഇനായത്ത് ഖാൻ പറഞ്ഞ ഒരു സൂഫി കഥ. നമുക്ക് സത്യത്തിൽ എന്താണ് ഇവിടെ ഉള്ളത്? നമ്മളെല്ലാം വിട്ടേച്ച് പോകുന്നവരാണ് നാളെ. ഇതുപോലുള്ള ചിന്തനീയമായ കഥകളുമായി ഇനിയും സൂഫി ചരിത്ര കഥകളും മറ്റുള്ള കഥകളുമായി ചാനലിലൂടെ വീണ്ടും വരാം.